ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ. ഇത് വെള്ളരിക്ക പട്ടണമല്ല, ഡ്രഗ്സിനെതിരെ സംസാരിക്കുകയാണ്. ഇന്നും ഡ്രഗ്സിനെതിരെ സംസാരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും എന്ത് ചലഞ്ചിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാനസിക രോഗം പിടിച്ചിട്ട്, ഭ്രാന്ത് പിടിച്ചിട്ട്, കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങളും ഉണ്ടാക്കി, എല്ലാ ആളുകളെയും ഫ്രോഡാക്കി, എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, ആളുകളുടെ തട്ടിപ്പും നടത്തി, വെട്ടിപ്പും നടത്തി, സമൂഹത്തിന് നാണക്കേടും ഉണ്ടാക്കി, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി, കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ്, സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സജന, ഫിറോസ് ഖാൻ, ദിയാസന, റസൂൽ, ഇവരൊക്കെ തന്നെയാണ് ഇഷ്യൂ വീണ്ടും വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തൊരു വൃത്തികെട്ട ലൈഫാണ് ഇവരുടെ എന്ന് ഞാൻ ആലോചിക്കണം. കാരണം അതേപോലെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്. നിങ്ങൾ കണ്ടാലേ കഴിഞ്ഞ ദിവസം ഈ സജനയും ഈ ബാക്കിയുള്ളവരൊക്കെ ഒരു ഫെയിം ഉള്ളവരാണ്. നമ്മുടെ സൊസൈറ്റി ഒരു ഫെയിം ഉള്ള ഒരു ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞൊരു ഫെയിം ഉള്ളതാ. പണ്ടൊന്നും ഈ സീരിയൽ ഭാഗത്തു നിന്നും യാതൊരുവിധ ചീത്തപ്പേര് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെ. അതേക്കുറിച്ച് അങ്ങനെ ഒരു ചീത്ത അലിഗേഷനും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ കുറവാണ്, താരതമ്യേന വളരെയധികം കുറവാണ്. കാരണം ഫിലിം ഫീൽഡിൽ നമുക്ക് നമ്മൾ ഈ ബാഡ് ഇതായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നൊക്കെ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വ്യക്തികൾ എന്നൊക്കെ പറയുന്ന നേരത്ത് എന്താ പറയണത്, എന്തൊക്കെ അവിഹിതം എന്ന് പറഞ്ഞാൽ അവിഹിതം എന്നല്ല, ഒരു നാറിയ ബന്ധത്തിലോട്ട് ഇവരുടെ ബന്ധങ്ങളൊക്കെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ സജനേനൊക്കെ ഞാൻ ഇവളൊക്കെ എങ്ങനെ ഒരു പെണ്ണിന്റെ ഗണത്തിൽപ്പെടുത്തുന്ന ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ ഈ സജന വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാരും കണ്ടായിരുന്നു. ഭയങ്കര ധൈര്യത്തോടെ ഇന്നലെ സജന പറഞ്ഞത്, ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നവള, ഞാൻ അന്തസ്സുള്ളായിട്ട് ജീവിക്കുന്നു. എന്താ അന്തസ്സാണ് സജന നിനക്കുള്ളത്? ശരിക്കും നിന്നോട് അറപ്പും വെറുപ്പും ഒക്കെ തോന്നണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അന്തസ്സായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നു എന്ന് പറയാൻ? ഒരു പെണ്ണിന്റെ അന്തസ് എന്താ? ഒരു പെണ്ണിനെ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, 2 മക്കളാണ്, ഡിവോഴ്സ് ആയെന്ന് വിചാരിച്ചു കഴിഞ്ഞോ, അന്തസ്സായിട്ട് നന്നായിട്ട് നീ നിനക്ക് അത്യാവശ്യം കൊളാബും അതേപോലെ തന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളെല്ലാം കിട്ടുന്നില്ലേ? അപ്പൊ കാശ് നിന്നെ ഇട്ട് മൂടാനുള്ള കാശ് വേണം. അതിന് നീ നിന്റെ ശരീരം എല്ലാ അവന്മാർക്കും എന്താണ് കൊത്തി പറിക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കുമോ? നീ നാണമില്ല നിനക്ക്? നിന്റെ സൗന്ദര്യത്തിന് നീ ഇങ്ങനെ കച്ചവടമാക്കിയിട്ട് എല്ലായിടത്തും കൊണ്ട് എഴുന്നള്ളിക്കാനായിട്ട് വളരെയധികം കഷ്ടം സജ്ജനായി ഈ കാണിച്ചു കൂട്ടുന്നത്. അത് നീ നിന്റെ മകളെ വെച്ച് പോലും നീ എന്താണ് നിന്റെ പ്രതികാരത്തിന് വേണ്ടി നിന്റെ മകളെ വെച്ച് പോലും നീ അതിനെ ഒരു ഇതാക്കി എടുക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ലേ, ഭയങ്കര അമാനുഷിക മനസ്സ് തന്നെ നിനക്ക് കേട്ടോ. ഭയങ്കരമായിട്ടും ശരിക്കും അതിശയം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. എന്തായാലും ഇതിന് ഏറ്റവും സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റസൂലിന്റെ ഭാര്യ, റസൂൽ എന്ന് പറഞ്ഞാൽ കോഴി, കോഴി. ദിയാസനയുടെ ഇന്നലത്തെ ഇന്റർവ്യൂന്ന് മനസ്സിലായത് റസൂലിന് ഒരുപാട് മോശം ബന്ധങ്ങളൊക്കെ ഉണ്ട്, പരസ്ത്രീ ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ടെന്നാണ് നമ്മൾ കേട്ടത്, നമുക്ക് അറിയാനും കഴിഞ്ഞു. എന്തായാലും ദിയാസൻ ഇതൊക്കെ പറയണമെങ്കിൽ വിത്ത് പ്രൂഫായിട്ട് ഇവരുടെ എവിഡൻസ് ഇല്ലാതെ ഇവരൊന്നും വന്നിട്ട് മുമ്പിൽ വന്ന് പറയില്ല. ഇത്രയും ഇതുപോലെ ഇങ്ങനെ വന്ന് പറയില്ല എന്നുള്ള 100% ഉറപ്പാണ്. അപ്പൊ ഇവരെല്ലാം എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകും. ഇതിനകത്ത് ഈ ദിയാസന പറയുന്നുണ്ട്, അതായത് റസൂലിന്റെ ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറൊക്കെ ആണെന്ന്, എന്നിട്ട് പോലും ക്യാൻസർ രോഗിയാണ്, ഒരു ട്യൂമർ പേഷ്യന്റ് ആണെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ഇയാൾക്കൊക്കെ എങ്ങനെ ആ ഭാര്യനെ ഇങ്ങനെ ചതിക്കാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ സ്ത്രീയുടെ നല്ല പ്രായത്തിൽ നിങ്ങളെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് നടന്ന ഒരു സ്ത്രീ ആയിരിക്കത്തില്ല അവര്. ഇത്രയും എന്താണ് അതായത് ഇപ്പൊ അവർ സത്യം പറഞ്ഞാൽ അവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ കഴിയുന്ന ആൾക്കാരല്ലല്ലോ. അവർ സത്യം പറഞ്ഞാൽ ഇപ്പൊ നെഞ്ചുരുക്കി ഇതായിട്ടുണ്ടാവും. കാരണം അവര് ചാവാൻ വേണ്ടി കാത്തിരിക്കലാണ് ഇവിടെ ഈ ഇപ്പുറത്തിരിക്കുന്ന ഈ സജന എന്ന് പറഞ്ഞ നെറുകെട്ടവള്. അങ്ങനെ ഇവളെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഓഡിയോ പറയുന്നുണ്ട്, അവര് ഷാദി ചത്താലും എനിക്ക് കുഴപ്പമില്ല, എന്നിട്ട് വേണം റസൂലിന്റെ ഇതിനകത്തോട്ട് കയറിയിരിക്കാൻ. എന്റെ കുഞ്ഞ് സജന, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഈ റസൂലിന് ഇത്രമാത്രം ബന്ധങ്ങളുണ്ട്, ഞാൻ കുറെ അഴിഞ്ഞാടി നടന്നേക്കണല്ലോ, നിനക്ക് ഒരു സമാധാനം ഉണ്ടാവും? നമ്മുടെ ഫാമിലി, നമ്മുടെ പാർട്ട്ണർ വേറെ ഒരു ഗേളായിരിക്കോട്ടെ, ഒരു ബന്ധത്തിന് പോകാൻ നേരത്ത് നമ്മുടെ ഹസ്ബൻഡ് വേറൊരു ബന്ധത്തിലോട്ട് പോകുന്നത്, നിനക്കൊക്കെ എങ്ങനെ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ സാധിക്കും? അതേപോലെ തന്നെ നിനക്ക് എങ്ങനെ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും? നീ പണം മാത്രം മതി നിന്റെ ലൈഫിൽ. ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയം നൽകുന്ന ഒരു ക്യാരക്ടറാണ് ഈ സജന എന്ന് പറയുന്നത് കേട്ടോ. ഇവരുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ആ സീരിയലിനകത്ത് ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ വേറൊരുത്തരെ കാണുന്നത്, പണമുള്ളൊരുത്തരെ കാണാൻ നേരത്ത്, കുറച്ച് സുഖം കിട്ടുന്ന ഒരുത്തരെ കാണാൻ നേരത്ത്
അതിന്റെ പുറകെ പോകുന്നതായിട്ടാണ് ആ ക്യാരക്ടർ. ശരിക്കും അതിനകത്ത് ഒരാളുടെ കൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഇവള് ഒത്തിരി പേരുടെ കൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ മോശം സജിന. നീയൊക്കെ സ്ത്രീകൾക്ക് തന്നെ അപമാനം. അതേ നീ നിന്റെ കുഞ്ഞിനെ വരെ യൂസ് ചെയ്യണമെങ്കിൽ നിന്റെ മൈൻഡ് എന്തുമാത്രം ഡേർട്ടി ആയിരിക്കണം. മോശം മോശം എന്ന് പറഞ്ഞാലല്ലേ, പറയേണ്ട വാക്കുകൾ വേറെയാണ്. അത് നിന്നെ പോലുള്ള സ്ത്രീകളോടൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്റെ മാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് വികാസനയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. കാരണം ഞാൻ ഒത്തിരി സംസാരിക്കുന്ന വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. റസൂൽ പൂക്കുറ്റിയുടെ ഫ്ലാറ്റിൽ ഇത് സ്റ്റുഡിയോയിൽ നിന്ന് ഇവള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവളെ റസൂൽ പൂക്കുറ്റിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു, അതിൽ പെട്ട സ്ത്രീകളെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നു. അയാൾ ഭയങ്കര പാനിക് ആവുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് നില വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ വന്ന് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഞാൻ എങ്ങനെ പിണങ്ങി വരുന്നു പിണങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളടുത്ത് മുന്നോട്ട് പറയാം. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഇയാൾ വിളിക്കുന്നു, ഇയാൾ പാനിക് ആവുന്നു, ഇയാൾ ഭയങ്കര വിഷമം പറയുന്നു. സജനേനെ വിളിക്കുന്നു ഞങ്ങള്, അന്നൊക്കെ സുഹൃത്താണ്. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യല്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്താടെ കാര്യം അറിയേണ്ട കാര്യമില്ല. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലും എനിക്ക് അതിന് സൗകര്യം കിട്ടണമെന്നുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയുന്നത്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെ. അവൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനേനെ എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എന്റെ അടുത്ത് ഇത് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്തമാനം പറഞ്ഞവരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് സായി നിങ്ങൾ ചോദിച്ചു, ഇതേ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറൊരു 17 വയസ്സായ ഒരു കുട്ടിക്ക് എതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ ആ ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോൾ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി എന്ന് ഇവള് പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ കൂടെ തുടരും? ഇങ്ങനെയാണ് ഞാൻ അവളായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തിന്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ആലോചിച്ച് നോക്കിയ സ്വന്തം മകള്, സ്വന്തം വയറ്റിൽ ജനിച്ച ഒരു മകളെ കുറിച്ചാണ് ഇവര് പറയുന്നത്. അതായത് ഭർത്താവല്ലേ, എപ്പോഴും ഭർത്താവ് തന്നെയാണല്ലോ. ഭർത്താവിന് പേരില് കേസ് കൊടുക്കാനായിട്ട് സ്വന്തം വയറ്റിൽ പിറന്ന കുഞ്ഞിനെ ഉപയോഗിക്കുന്നു. അവളെ ഫിസിക്കലി യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളെ ഉപയോഗിക്കുന്നു, സെക്ഷലി യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കൊച്ചിന്റെ ഭാവം കൂടെ അല്ലേ ഇവള് കളയാൻ നോക്കുന്നത്. ഇവൾക്ക് എന്തുണ്ടെങ്കിലും പണം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ എല്ലാത്തിനും വേണ്ടി പരുന്തും പറക്കൂലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് എന്ന് പറയല്ലേ,
ഇവക്ക് സത്യം പറഞ്ഞാൽ ഇവളുടെ മക്കളോടൊന്നും യാതൊരുവിധ സ്നേഹമില്ല. പെറ്റിട്ടു. അതായത് ഈ മൃഗങ്ങളില്ലേ, ഈ പട്ടിയും എന്താണ് പട്ടിക്ക് പിന്നെ എന്താണ് പൂച്ചകളൊക്കെ ഇങ്ങനെ പെറ്റിടത്തില്ലേ, എന്നിട്ട് പെറ്റിട്ട് കുറച്ച് സമയം അവരവരുടെ വഴിക്കൊക്കെ പോകില്ല, അത്രേ ഉള്ളൂ കൊടുക്ക്. അതുങ്ങൾക്ക് പിന്നെങ്കിലും കരുതലുണ്ടാവും എന്ന് പറയാം. പക്ഷെ ഇവളെ പോലുള്ള സ്ത്രീകൾക്കല്ലേ അങ്ങനത്തെ സംഭവം. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് ഇവള് ഇങ്ങനെ ഉണ്ടാക്കി പറയാൻ വേണ്ടി നിൽക്കോ? ആ പെൺകൊച്ചിന്റെ ഭാവിയെ കുറിച്ച് ഇവിടെ ആലോചിക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള്. എന്ത് വലിയൊരു അലിഗേഷൻ ഇവിടെ പറയാം. അലിഗേഷൻ അല്ല, അതിനകത്ത് ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ല പിള്ളേരെ കുറിച്ചാണെങ്കിൽ പറയാം. സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് ഒരു പെണ്ണ്, ഒരമ്മ പറയണെങ്കിൽ അവളുടെ മനസ്സെന്ന് പറഞ്ഞാൽ എത്ര വികൃതമായിരിക്കും, എത്ര നീച മനസ്സായിരിക്കും. ഇനി മറ്റൊരു വോയിസ് ഉണ്ട്. അതായത് ഈ ദിയാസനയും ഈ പറയുന്ന ദിയാസനയുടെ ഒരു മറ്റൊരു കൂട്ടുകാരി, സജിനയുടെ ഒക്കെ മറ്റൊരു കൂട്ടുകാരി, ഇവര് ഒരു സീരിയലിൽ ആൻമരിയ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, ഈ സജിനയുടെ നാത്തൂനായിട്ട് അഭിനയിച്ചിരുന്നത്. ഇവരും മൂന്നുപേരും, അതായത് റസൂലും ഈ ദിയാസനയും ഈ ആൻമരിയോട് സംസാരിക്കാൻ നേരത്തെ അന്നേരം റസൂലിന്റെ കൂടെ ഈ പറയുന്ന അവളുണ്ടല്ലോ, സജിന എന്ന് പറഞ്ഞ അവള് കൂടെ ഉണ്ട്. അന്നേരത്തേക്ക് ഇവള് കയറി ദേഷ്യപ്പെടുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ എന്തായാലും ആദ്യം ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ഹലോ, ഉം. ഇക്ക എവിടെയാ? ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത അതിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് ബുക്ക് ചെയ്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഇല്ല സാർ, നോ സാർ, ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തിൽ ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. ഞാൻ പറയട്ടെ അമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നത്. ഇവ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാണെന്നറിയോ? ഇക്കാടെ കൂട്ടത്തിൽ ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കാടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുള്ളി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിന് തിരിച്ചു കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയും, ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്, ഇവൾ അവിടെ കിടന്ന് ഷാദിത്തനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്താ പറയുക, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാണ് പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പിറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്ക അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്, ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞു, ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്കാം?
ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ ദിയ ഉണ്ട് എല്ലാവരും ഉണ്ട്, ഞാൻ ഒരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എന്റെ അടുത്ത് എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നുമോളെ നീ കാല് പിടിച്ച് പറയണം, നീങ്ങ് വാന്ന് പറഞ്ഞു പറയണേ, അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിൽ ഇരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്ത് ആവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുകൊണ്ട് അവൾ എന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം, എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ല അപ്പുറത്തൊന്നുമില്ല സാർ. നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും ഒരു മിനിറ്റ് ഏത് അവസ്ഥ ആരായിരുന്നു നിനക്ക്? എന്താ ദിയാണ് സംസാരിക്കുന്നത്? ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കണക്ട് ചെയ്തോണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തോണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി സജന പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്നാ ബഹളോന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ പറയുന്ന ദിയാസന, അതായത് ഈ ദിയാസനക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. ദിയാസന ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതും എവിടെ വെച്ചിട്ട് സജനയുടെ വീട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്തു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളുമായി കൂടെ ചേർന്നിട്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ സജന ഇങ്ങനെയാണ് അന്ന് പറഞ്ഞത്. ദിയാസന അതിന് ഇപ്പൊ വെല്ലുവിളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണ് ആ ബിഗ് ബോസ് താരങ്ങൾ കൂടെ ഉണ്ടായിരുന്നവര് എന്ന് ആരാണെന്ന് ഈ പറയുന്ന സജന തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് ദിയാസന പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിനെ തെളിയിക്കേണ്ടത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്നും അവരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ദിയാസന ചെയ്തിട്ടുള്ളതുള്ളതാണ്. ഞാൻ അതിൽ ചലഞ്ച് ചെയ്യാണ് സജനടുത്ത്. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് മറുനാടൻ മലയാളി പോലുള്ള ചാനൽ, പ്രത്യേകിച്ച് എനിക്ക് അഗേൻസ്റ്റ് നിൽക്കുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ദിയാസന MDMA ഉപയോഗിച്ചു. അതിനങ്ങ് തമ്മിലാക്കുന്നു, അതിന് അടിച്ചിറക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്. ഇതെന്ത് വെള്ളരിക്കാൻ പറ്റണമാണോ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനിപ്പം എന്റെ ടെസ്റ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പോയി കള്ള ടെസ്റ്റ് എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാണ്. അവൾ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, അവളെ ടെസ്റ്റ് ചെയ്യ്, എന്നെ ക്യാരിയർ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രഗ്സ് ഇതിനകത്ത് ദിയാസന വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് സജന എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം കുഞ്ഞിനെ എന്താണ് ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ ഭർത്താവ് ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന കേസ് കൊടുക്കും. അതുപോലെ തന്നെ കണ്ടവന്മാരുടെ കൂടെ എത്ര പേര്, 1 2 പേരാണോ അല്ല, എത്രയോ പേരുടെ കൂടെ പോയേക്കണം അവരെന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ റസൂൽ എന്ന വ്യക്തിയുടെ കൂടെ പോയിട്ട് 10-60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയണം.
40 ലക്ഷം രൂപയ്ക്ക് എടുത്ത് അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഡയമണ്ട് നെക്ലേസ്, പിന്നെ അത് ഇത് കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഈ പെണ്ണൊക്കെ എന്റെ പൊന്നെ എന്തൊരു ഐറ്റം എന്നാ വിചാരിക്കുന്നത്. നമുക്ക് ഇത്രയും വലിയൊരു സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ നമ്മളൊക്കെ കാണുന്ന പോലെ അല്ല ഇവരുടെ ഒന്നും ലൈഫ്. ഈ ഒരുങ്ങി കെട്ടി അങ്ങ് കുറെ മറ്റു പരിപാടി മറിച്ച പരിപാടിയൊക്കെ ചെയ്ത് നടന്നിട്ട് ഇതാണ് ഉള്ളിലകത്ത് ഈ അഴുകിയ ജീവിതം എന്നൊക്കെ പറയത്തില്ലേ. അഴുക്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇവിടെയൊക്കെ പറയാൻ പറ്റില്ല. അത്രയും എന്താ പറയുക, വികൃതമായ മനസ്സിനൊക്കെ ഉടമയാണ്. അത്രയും വികൃതമായ മനസ്സിന് ഉടമയാണ് ഇവളെ പോലുള്ള ആൾക്കാരൊക്കെ. എന്തായാലും മോശം എന്ന് പറഞ്ഞാലേ എന്ത് ഇതിനൊക്കെ പറയണം.